ഇതൊരു പിന്നെ ആവേശമല്ലേ? ആവേശമാണ്. ആവേശമല്ലേ? തീർച്ചയായിട്ടും സന്തോഷം കണ്ടതില്ലേ. ഓക്കെ, തിരുച്ചെമ്പത്ത് ഉത്സവത്തിൽ നിന്നാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്, നമുക്ക് വെറുതെ സംസാരിക്കാം. ഇവിടെ വെറുതെ ആയിക്കോട്ടെ, കാണാം. ഹായ്, എന്നാ താടി കഴിയും കൊടുത്തിരിക്കുന്നു. മൊബൈലൊക്കെ മൊബൈലല്ലെങ്കിൽ നോക്കിയിരിക്കുന്നത് അല്ലേ? പടപ്പേങ്ങാടല്ലേ? ഞാൻ കുറേ സമയം ഇങ്ങോട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നു. ഞാനും അമ്മയിൽ കൂടി ഇങ്ങനെ കുറേ ദൃശ്യങ്ങളൊക്കെ പകർത്തി. നിങ്ങളുടെ ഉത്സവത്തിൽ എല്ലാ ദിവസവും വരുമോ? ഇല്ലില്ല, നമ്മൾ 2 ദിവസം വന്നു. ഇനി കൂടിപ്പേരിൽ വരും. ഓ, അപ്പം ഉണ്ട് എല്ലാ ദിവസവും വരും. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വരാൻ നമുക്കൊരു ആഗ്രഹമില്ല. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് പ്രത്യേകത, ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുപ്പക്കാരെ ഒരു ഇതല്ല. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേ അതുകൊണ്ട് എല്ലാ ദിവസവും വരുന്നു ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അങ്ങനെ പ്രത്യേകത ചെറുപ്പക്കാരെ ഒരു ഇതല്ലേ? എനക്കതൊന്നും എന്താ സംഭവം? അല്ല, ഞാനിങ്ങനെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിനാ? ഇവിടെ ഒരു ഭക്തിപൂർവ്വം വന്നിരിക്കുന്നതാണോ? അങ്ങനെ ഒന്നും ഇരിക്കുന്ന ഇപ്പൊ സമയം 12 മണിയായി. വീട്ടിൽ പോകുന്നില്ലേ? അല്ല, ഇനി ഒരു ഉത്സവം വരുമല്ലോ. ചെണ്ടയില്ലേ? ആയിട്ടില്ല, 12:30 ആകുമ്പോൾ. 12:30 ഇപ്പൊ ഇനി അരമണിക്കൂറുണ്ടല്ലേ? ഇനിയിപ്പോ തീരാൻ പോയില്ല അല്ലേ? ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോ? 20-ാം തീയതി കൂടിപ്പേര് വന്നോ? ഇല്ല, നേരത്തെ ഇനിയിപ്പോ ഉത്സവം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അങ്ങനെയാണ് ഒരു പ്ലാന് ആലോചിക്കുന്നത്. ഇവിടെ ഒരു അമ്മൂമ്മ ഇരിക്കട്ടെ. ഇവിടെ അമ്മൂമ്മേ, ഹായ് അമ്മൂമ്മേ, എന്നാണ്ട് വിശേഷങ്ങള്? ഉത്സവം കൂടെ വന്നാണോ? എന്റെ പേരെന്താ? എവിടുന്നാ വരുന്നേ? പയ്യന്നൂരിന്ന് വന്നാ? ആദ്യമായിട്ടാണോ വന്നേ ഈ വർഷം? എത്ര വർഷമായി ഉത്സവം കാണുന്നു ഇവിടുത്തെ? ഈ മാസ്ക് ഒന്ന് മാറ്റുമോ? നമുക്ക് കേൾക്കാം. ഈ മാസ്ക് ഒന്ന് മാറ്റാവോ? മാറ്റട്ടെ. എത്ര വർഷമായി? ഇപ്പം വരുന്നില്ല, ഇപ്പം നടക്കാൻ കഴിയില്ല. എത്ര വർഷം കൂടിയിട്ടുണ്ടാവും? ഒരു ഓർമ്മ വരലുണ്ട്. പയ്യന്നൂർ ഇങ്ങോട്ട് വരും. വെള്ളാവിലാണ് വീട് അല്ലേ? അന്നേരം വെള്ളാവിലാണ്. ഇപ്പൊ പയ്യന്നൂരേക്ക് വന്നതാണ്. ഓ, അപ്പൊ അന്ന് മുതലേ വരുന്ന അല്ലേ? പണ്ടത്തെ ഉത്സവം ഇപ്പൊ ഉത്സവം വ്യത്യാസമുണ്ടോ? കുറെ പണ്ടത്തെ ഉത്സവം ഇപ്പോഴത്തെ ഉത്സവം വ്യത്യാസം എന്ന് പറഞ്ഞാല് പണ്ട് ജനങ്ങളുണ്ടാവും, ഇപ്പൊ അങ്ങനെ ജനങ്ങളുണ്ടാവും. ഇന്നേ ഒരാളൊന്നും. ഓ, അങ്ങനെ അല്ലേ? എല്ലാ ദിവസവും അങ്ങനെ ആളുണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല. ഇന്ന് നല്ല ആളാ. ഇന്ന് നല്ല ആളാ. എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? എനിക്ക് പാട് വയസ്സായി. എന്നാലും എത്രയുണ്ടോ? 88 വയസ്സിലേ ഉള്ളൂ. ഇനിയില്ലേ ഒരുപാട് കാലം ജീവിക്കണ്ടേ? 88 വയസ്സൊക്കെ അന്നും ആയില്ല കേട്ടോ. നല്ല ചെറുപ്പാണ്. ചേച്ചിമാരിപ്പുണ്ട് മുമ്പ്. ഹായ് ചേച്ചി, നമസ്കാരം. എന്തുകൊണ്ട് നേരത്തെ വന്നോ ഉത്സവം കൂടെ? ഇവിടെ തന്നെയാണോ വീട്? അല്ല, ഞങ്ങള് ഏഴോ. അവിടെ തന്നെ, തലപ്പത്തിന്റെ അടുത്ത് തന്നെ അല്ലേ? എത്ര വർഷം ഇങ്ങനെ ഉത്സവം കൂടാൻ വരുന്നത്? എല്ലാ വർഷം വരും? ഞങ്ങൾ എല്ലാ വർഷവും വരും. ഈ ഉത്സവത്തിന് എല്ലാ ദിവസവും വന്നോ? ഇല്ല, ഞങ്ങളിത് 3-ാമത്തെ ദിവസം. 3 ദിവസം വന്നു അല്ലേ? ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ. എനിക്ക് കഴിഞ്ഞിട്ടേ ഉത്സവം കണ്ടിട്ടേ പോകും. നമ്മുടെ വാദ്യക്കാർ താമസിക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ഇവരെല്ലാം കുറേ ആൾക്കാർ ഉറക്കത്തിലേക്ക് എന്ത് പരിപാടി തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. വേണ്ട, കുഴപ്പമില്ല. ഇവിടെ കുഞ്ഞു വാദിക്കാനോ? അതോ ചെണ്ടൊക്കെ കൂട്ടിയിട്ട് പ്രൈവറ്റായിട്ട് കാണാൻ പറ്റും. ഇവരിപ്പോൾ ഞാൻ എന്നാണ് വിശേഷങ്ങൾ? ഇനിയിപ്പില്ല പരിപാടി ഉണ്ട്. ഇപ്പൊ 1 മണിക്ക് തായമ്പയുണ്ട്. 1 മണിക്ക് താഴെ അത് നമ്മളെ പയ്യാവൂർ ഗോപാലക്കുട്ടി മോനാറ് സന്തോഷമായ തായമ്പ. അത് കഴിഞ്ഞിട്ട് പൂക്കൂത്താണയിലേക്ക് എഴുന്നള്ളിക്കും. ഇന്നത്തെ കൂടി പൂക്കത്തോണ്ടിൽ എഴുന്നള്ളിപ്പ് കഴിയുന്ന കഴിയില്ലേ? അപ്പോൾ നമ്മുടെ സുന്ദരനായ നമ്മളെ നേരത്തെ ചാർജ് ഇതിന് ക്യാമറയുടെ ചാർജ് കഴിഞ്ഞായിരുന്നേ. ഞാൻ ചാർജ് കുത്തുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വേഗം ബാറ്ററി ചാർജ് ചെയ്തത് ശരിക്കുവാണല്ലോ. ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ 2:00 തുടങ്ങണ്ടല്ലേ? സമയം അല്ലേ? 1 മണിക്ക് തായമ്പോൾ അല്ലേ? അല്ല, സുന്ദരനാണ് കേട്ടോ. നമ്മുടെ എല്ലാ എല്ലാ ചെണ്ടകളും ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. നമ്മുടെ ക്യാമറ കണ്ണുകൾ ഒപ്പം എടുക്കും. നമ്മളെൻ്റെ ക്യാമറ പല വിഷ്വൽസിലും കണ്ടിട്ടുണ്ടാവും. ഒരു കുഞ്ഞ് ഇവിടെ ഒരാൾ ചെണ്ട കൊട്ടുന്നുണ്ട്. താഴെ നോക്ക് ചെണ്ട കൊട്ടുന്നു. നമുക്ക് നാണം വന്നിട്ടെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളി. നമ്മളവിടെ പ്രസാദം കൊടുക്കുന്ന ആൾക്കാരില്ലേ? നേരത്തെ വിഷ്വലൊക്കെ കണ്ട. എന്താ പേരെന്താ? അഭിലാഷ്. എവിടെ വീട്? കരുവള്ളൂരാണ് അല്ലേ? സന്തോഷം. രാവിലെ നിൽക്കുന്നതാണ്. ഉച്ചയ്ക്ക് തുടങ്ങി അല്ലേ? എവിടേക്ക്? അല്ല, എനിക്ക് റെസ്റ്റ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ഉണ്ട്. ഉച്ചയ്ക്ക് നട അടച്ചതിന് ശേഷം വൈകുന്നേരം വരെ റെസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഉണ്ടോ? ഇനി കഴിഞ്ഞു. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി ഉത്സവം 2:30 അല്ലേ? വീണ്ടും വരണം. അപ്പോൾ ഓക്കെ സാർ.
മുംബൈയിൽ നോക്കുക. എന്താ പേരെന്താ? വിധു ഇത് എവിടെ വീട്? പുളിമ്പറമ്പ്. പുളിമറുപ്പ്. ഉത്സവം കഴിച്ചിട്ട് അവന് പോവുള്ളൂ. ആ മൊബൈൽ നോക്കിയിട്ടാണ് കണ്ണൊക്കെ ചോദിച്ചിരിക്കുന്നത്. എന്താ പേരെന്താ? ധ്യാൻകൃഷ്ണ. 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 അടിപൊളി പേരാണല്ലോ. നല്ല കമ്മലൊക്കെ ഉണ്ടല്ലോ. നോക്കി കമ്മലാട്ടോ. ഉത്സവം കണ്ടുവോ? ഏതെങ്കിലും ഉത്സവത്തിന് കൂടിയോ? ഇന്ന് ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, മൂന്നാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസം വരുന്ന. അപ്പൊ എല്ലാ ദിവസവും വരാറുണ്ട് പൊതുവെ അല്ലേ? ഹായ്, എന്താണ് പേര്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. എവിടെ വീട്? ഇവിടെ തൃച്ചംബര തന്നെ. ഇവിടെ തന്നെയാണ്. എല്ലാ ദിവസവും അപ്പൊ കൂടുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നില്ല. ഇല്ല ഞാൻ ചെന്നൈയില ഇന്ന് വന്നതാ. ചെന്നൈയിലാണ്. അപ്പൊ ഇന്ന് ഉത്സവം കൂടാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയുണ്ട് പൊതുവെ എല്ലാ വർഷവും വരാറുണ്ട് ഇങ്ങനെ ഉത്സവം കൂടെ? 2 വർഷമായി ഇപ്പൊ വന്നിട്ട് പഠിക്കാൻ പോയതിനു ശേഷം. അപ്പൊ അതിനുശേഷം 3ാമത്തെ വർഷം വരികയാണ്. ആദ്യമായിട്ട് വന്നു. ഉത്സവം എങ്ങനെയുണ്ട്? ഉത്സവം നല്ല അടിപൊളിയാണ്. ആളുകൾ പറഞ്ഞു ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് ഭയങ്കര തിരക്കാ. മഹോത്സവം അല്ലേ, അതുകൊണ്ടായിരിക്കും ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട്. തീരും. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് കുറെ ദിവസം ഉണ്ടോ ലീവ്? ഇല്ല ഞാൻ മറ്റന്നാൾ പോകും. കൂടിപ്പിരിയിൽ നിൽക്കില്ല. ഇല്ല എക്സാം അല്ലേ? കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഉറങ്ങുന്നത്. അതൊക്കെ ഇപ്പം ആ ഉത്സവം നടക്കുന്ന സമയത്താണ് എന്നെ എഴുന്നേക്കുക. അവനെ വിളിക്കും അല്ലേ? നല്ല ഉറക്കത്തിലാണ് ആള്. ഉറക്കട്ടെ നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ അവരെ കണ്ടില്ല. ആ അമ്മ നമ്മളോട് സംസാരിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ ഇവിടെ 2-3 മക്കളുണ്ട്. ഹായ് മക്കളെ, ഹായ്. അല്ലാണ്ട് ആദ്യമായിട്ടാണ് ഉത്സവം കൂടെ വരുന്നത്? എവിടെ വീട്? എവിടെയാ? പഴയങ്ങാടി വന്നാ ഉത്സവം കൂടെ? കൊള്ളാം. എന്നിട്ട് സുഖമായിരിക്കുന്നോ? ഉത്സവം കഴിച്ചിട്ട് പോവാണോ? ഇല്ല, ഇപ്പോഴേ പോകുന്നില്ല. കഴിക്കുന്ന പറ്റിയ അത് വണ്ടി പോയി വണ്ടി വീണതാ? വണ്ടിന്ന് പോണില്ല, വണ്ടി കൊണ്ടുപോയി കുത്തതാണ്. ശരിയായോ? ശരിയായി. ഹലോ, എന്തുണ്ട്? അടിപൊളിയാണോ? ഉത്സവമൊക്കെ കൂടിയോ? ആ കൂടി ഇനിയിപ്പം ഉത്സവം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ? അതെ, രാവിലെ പോകുന്നു. എത്ര മണിക്ക് വന്നു? നമ്മളൊരു 9 മണിയാകും വന്നു. എവിടുന്നാ വരുന്നത്? പട്ടും ഇവിടെ അടുത്ത് തന്നെയാണ്. അതെ. ഇനിയിപ്പോ നാളെ പോകുള്ളൂ. അതെ. അപ്പൊ നാളെ ഞായറാഴ്ച പണിയൊന്നും ഉണ്ടാവില്ല? ഇല്ല. എല്ലാവരും കൂടെ ഇരിക്കും. കുറേ പേരുണ്ടോ കൂട്ടുകാർ? ഇവരൊക്കെ ഹായ്, ഹലോ. ഉത്സവം കൂടിയോ? കൂടി. അപ്പൊ ഇന്ന് ഉത്സവം കഴിച്ചിട്ട് പോവുള്ളൂ? എവിടെ വരുന്നു? തൃച്ചംബരത്തെ ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ ആൾക്കാരല്ലേ? നിങ്ങളൊക്കെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരാ? എവിടെ വരുന്നു? പൂവോട്. അടുത്ത് തന്നെയാണല്ലേ? ഇപ്പൊ എല്ലാ ദിവസവും വരാറുണ്ടോ ഉത്സവത്തിന്? അത്യാവശ്യം എല്ലാ ദിവസവും കൂടി? 3 ദിവസം കൃത്യമായിട്ട് വന്നു. ഇന്ന് നല്ല തിരക്കല്ലേ? ഇന്ന് തിരക്കാണ്. പോയിട്ട് വരേണ്ട ഒരു ഉദ്ദേശം. ഇനി പോയിട്ട് ഇരിക്കും? കുറേ സമയം ഇവിടെ ഇരിക്കും. ഇനി രാവിലെ പോകുള്ളൂ? അങ്ങനെ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഫാമിലി ആയിട്ട് വന്നല്ലേ? നമ്മളൊക്കെ നല്ല ഉറക്കാണല്ലോ. ഉറക്കട്ടെ. അടിപൊളിയാണ്. മോനാ? എന്താ പേരെന്താ മോന്റെ? ശ്രീദേവ് അല്ലേ? അടിപൊളി പേരാണ്. എല്ലാ ദിവസവും ഉത്സവം കൂടിയോ? 3 ദിവസം വന്നോ ഉത്സവത്തിന്? പരീക്ഷയ്ക്കല്ലേ ഇപ്പോ? അടിപൊളി കമ്മലുണ്ട്. പണ്ടായിട്ടല്ലേ? എവിടെ വീട്? ഇവിടെ ഏഴാമേല തന്നെ. അടുത്ത് തന്നെയാണ്. എല്ലാ ദിവസവും ഉത്സവം കൂടിയെന്ന് ചോദിക്കട്ടെ? എല്ലാ ദിവസവും ഉണ്ട്. വരാറുണ്ട്. എന്ത് ചെയ്യുന്നു? ഞാൻ പുറത്തായിരുന്നു, ഇപ്പൊ നാട്ടില് വന്നതാ. വെക്കേഷൻ വന്നതാണ്. അപ്പൊ അന്നേരം ഉത്സവം കൊടുക്കുന്ന സംഭവം അല്ലേ? പുറത്തെവിടെയാ? സൗദിയിലായിരുന്നു. സൗദിയിലാണല്ലേ? സന്തോഷം കണ്ടതില്. ഓക്കെ, താങ്ക് യു. നാളെ രാവിലെ പോകുള്ളൂ അല്ലേ? ഹലോ, എന്താ പേരെന്താ? രാജീവ്. എവിടെ വീട്? പൂമുങ്കലം. ഇവിടെ അടുത്ത് തന്നെ പൂമുങ്കലം അല്ലേ? അതെ. മണ്ണയ്ക്ക് അപ്പുറത്തോട്ടുള്ള കരിമ്പം. കരിമ്പത്ത് അങ്ങോട്ടേക്കുള്ള വീട് അല്ലേ? ETC പൂമുങ്കലം. എല്ലാ ദിവസവും ഉത്സവം കൂടിയോ? എല്ലാ ദിവസവും കൂടി. എങ്ങനെയുണ്ട് ഈ ഉത്സവത്തിന്? ഇന്ന് തിരക്ക് നല്ല തിരക്കാണ്. ഇന്ന് നല്ല തിരക്കാണ്. നാളെ കൂടിപ്പിരിയിൽ ബുധനാഴ്ച അല്ലേ? 20-ാം തീയതി. നാളെ ഒരുപാട് ആളുകൾ വിളിക്കുന്നു. ഹായ് കുഞ്ഞാവേ, എന്നാണ് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നോ? എന്താ പേരെന്താ? ശ്രീയാൻഷ്. ഞാൻ നേരത്തെ നമ്മളിപ്പോൾ പേര് സംസാരിച്ച നമ്മൾ സ്ത്രീ കൂട്ടിയിട്ടുള്ള പേര്. അപ്പോൾ എൻ്റെ കൂടി പേര് അതിനോട് എനിക്ക് ഒരു അഭിമാനം. ഞാൻ കുറേ ആൾക്കാർ സംസാരിച്ചു എല്ലാം ശ്രീ എന്നിട്ട് ഇവിടെ തന്നെയാണ് വീട്? അടുത്തന്നെ വീട്. അപ്പോൾ എല്ലാ ദിവസവും ഉത്സവം കൂടിയിട്ടുണ്ടോ? എല്ലാ ദിവസം വന്നിട്ടുണ്ട്. ഉത്സവം കഴിഞ്ഞിട്ടേ പോകുള്ളൂ അല്ലേ? നാളെ എങ്ങനെയുണ്ട് ഇത്തവണ ഉത്സവം? നല്ല തന്നെ. നല്ല അടിപൊളിയാണ് ഉത്സവം. ഉണ്ടായിരുന്നു ഉത്സവം? എന്താ പഠിക്കുന്നത്? ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താ? പ്ലസ് ടു കഴിഞ്ഞിട്ട് BA ഇംഗ്ലീഷ്. അങ്ങനെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ BA ഭരതനാട്യം. ചെറുതായിട്ട് ഡാൻസ്. ഞാൻ നൃത്താഞ്ജലി. ഏത് ടീച്ചറുടെ പേരെന്താ? ജസിന്ത. ശിഷ്യനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹായ് ചേട്ടാ, ഇങ്ങനെയുണ്ട്? ഉഷാറാണോ? ഇതാ നല്ല ചോളപ്പരിയൊക്കെ. എങ്ങനെയുണ്ട് പൊതുവെ ഉത്സവം കഴിഞ്ഞ വർഷത്തേക്ക്? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. നല്ല തിരക്കല്ലേ? നല്ല ഇന്ന് 2 ഇന്ന് നല്ല ഇന്ന് പൊളിച്ച ഉത്സവം കഴിച്ചേ പോകും. അടുത്ത് തന്നെയാണ് വീട്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഹായ് ചേച്ചി, എന്താ പേരെന്താ? ലത. എവിടെ വീട്?
കലേശ്ശേരി. കല്ലേശ്ശേരി ഉത്സവം കൂടാൻ ഇങ്ങോട്ട് വന്നല്ലേ? ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത്? ഇന്ന് ആദ്യമായിട്ട്. ആദ്യമായിട്ട് വരുന്നത് അല്ലേ? എങ്ങനെയുണ്ട് ഉത്സവമൊക്കെ? അടിപൊളി. അടിപൊളിയാണ്. ഉത്സവം കണ്ടുവാ? കണ്ടില്ലേ? ഇല്ല, പകൽ വന്നില്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. പകൽ ഉത്സവമായിരുന്നു അല്ലേ? രാവിലെ അതിന് വന്നില്ല. 2:30 കാണാം അല്ലേ? ഓക്കെ, അപ്പൊ ഉത്സവം കാണട്ടെ, ആഘോഷിക്കും. അങ്ങനെ വന്നിട്ട് ഒരു കാര്യം ആയിക്കോട്ടെ, സന്തോഷം. ഹായ് ചേട്ടാ. എന്താണ് പേര്? ഉണ്ണികൃഷ്ണൻ. എവിടെ ഉണ്ണിയുടെ വീട്? വീട് തന്നെയാണ്. ഞാൻ പ്രവാസിയാണ്. ഇതിനായിട്ട് വന്നതാണ്. ഇവിടുന്ന് വരുന്നു ഖത്തറിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ചേട്ടൻ കുറെ ആൾക്കാരുണ്ടല്ലോ സൗദിയിൽ നിന്നൊക്കെ വന്ന് ഖത്തറിൽ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ എല്ലാ വർഷവും ഉത്സവം കാണാം. എല്ലാ വർഷവും ഉത്സവം കാണാൻ വരും. നാട്ടുകാരാണ്. അപ്പോൾ നമുക്കൊരു റമദാനാണല്ലേ നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവം എന്ന് പറയുമ്പോൾ. ഓക്കെ, ഉത്സവമൊക്കെ എങ്ങനെയുണ്ട് പ്രാവശ്യം? ഉത്സവം നന്നായിട്ടുണ്ട്. ഓ ഗംഭീര ഓ, ഇന്ന് നല്ല ആളുണ്ടായിരുന്നു. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണല്ലോ. ഇനി നാളെ എങ്ങനെയാ? നാളെ ഒന്നുമില്ല. നാളെ ശരിക്കും പറഞ്ഞാൽ ഈ ഉത്സവത്തിന്റെ ഒരു റെസ്റ്റ് ഡേ ആണ്. റെസ്റ്റ് ഡേ ആണ്. എന്നുവെച്ചാൽ ഇന്ന് പുലർച്ചയോടുകൂടി ഉത്സവം കഴിയും. എന്നുവെച്ചാൽ രാവിലെ ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞാൽ നാളെ കംപ്ലീറ്റ് റെസ്റ്റാണ്. മറ്റന്നാള് പിന്നെ ഇവിടെ ഈ നമ്മളെ നാടുവലമ്പക്കൽ എന്ന് പറഞ്ഞ ചടങ്ങ്, അതാണ് ഇനി അടുത്തതായിട്ട് മെയിൻ ചടങ്ങുകൾ. ചെറിയിലാറാട്ട് 19-ആം തീയതി. വൈകുന്നേരം 5 മണി. ലാസ്റ്റ് 20-ആം തീയതിയാണ് കൂടിപ്പിരിയൽ. അതെ. നമസ്കാരം. എന്താ പേരെന്താ? സുകേഷ്. എവിടെ വീട്? ഇവിടെ തൃശ്ശൂർ. ഇവിടെ തന്നെ. ഞാനൊരു സംശയം. ഇവിടെ ഒരു ആൽത്ത ഇത് കണ്ടു, ഒരു ഇലഞ്ഞിമരം. ആ ഇലഞ്ഞിമരം കായ്ക്കില്ല എന്നൊക്കെ അതിന് തോന്നുന്നു. എന്താ സംഭവം? അല്ല, അറിയോ? അറിയില്ല. അതിനെപ്പറ്റി അറിയില്ല. എങ്ങനെയാണ് ഉത്സവം? എങ്ങനെയുണ്ടായിരുന്നു? ഉത്സവം ഉത്സവം എങ്ങനെയുണ്ടായിരുന്നു? ഉത്സവം നന്നായിരുന്നു. ഓക്കെ, ഈ ഇലഞ്ഞിമരത്തിന്റെ ഈ ഇലഞ്ഞിമരം എന്ന് പറഞ്ഞാൽ ഈ തൃച്ചംബരം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയോ? അത്ര പറഞ്ഞോളാം. ശ്രീനി ആലക്കോടിന് അറിയോ? അപ്പൊ തൃച്ചംബരം എന്ന് പറഞ്ഞാൽ ശ്രീ ശമ്പരമാണ്. അത് ലോപിച്ചാണ് തൃച്ചംബരായത്. അതായത് ശമ്പര മഹർഷി. പിന്നെ പണ്ടൊരു വയസ്സായ ഒരാൾ അവിടെ തപസിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ വ്രണങ്ങൾ ഭഗവാൻ വന്നിട്ട് വൃത്തിയാക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത്.